ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ ഓൺലൈൻ ഷോപ്പിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്കും ഇ സമൻസ് എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലൊന്ന്. 10,000 രൂപയുടെ വൗച്ചർ വാങ്ങി മണി ചെയിനിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് വൻ ലാഭവിഹിതം എത്തുമെന്നായിരുന്നു പ്രചാരണം. ഇതിന്റെ ഭാഗമായി ലക്ഷങ്ങളുടെ വൗച്ചറുകൾ സ്വന്തമാക്കിയവർ നിരവധി പേരെ കണ്ണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. മണി ചെയിനിൽ വൻ നിക്ഷേപം നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് ഹൈറിച്ചിന്റെ ഭാഗമായി അന്വേഷണം പുരോഗമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് കൊച്ചിയും മാറുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപ തട്ടിപ്പിൽ ഓൺലൈൻ ഷോപ്പിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്കും ഇ സമൻസ് എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലൊന്ന്. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഈ ഹൈറിച്ചിൽ ഏതെല്ലാം രീതിയിൽ ഇ അന്വേഷണം പുരോഗമിക്കുന്നു? ഇ സമൻസ് ആർക്കൊക്കെ അയക്കാൻ ഉള്ള തീരുമാനത്തിലാണ് അന്വേഷണ ഏജൻസി എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ ഷോപ്പിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്കും ഇ സമൻസ് ലഭിക്കുമെന്നുള്ളതാണല്ലോ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിലൊന്ന്. എന്താണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ, എന്താണ് ഇതിനെക്കുറിച്ച്? ലക്ഷ്മി, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇതിലെ നിക്ഷേപകർ, അത് ഓൺലൈൻ ഷോപ്പിലായാലും മറ്റു രീതിയിലായാലും നിക്ഷേപിച്ചവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇ പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഓൺലൈൻ ഷോപ്പിൽ 10,000 ഇല്ലെങ്കിൽ 1 ലക്ഷം നിക്ഷേപിച്ച് ലക്ഷങ്ങളുടെ വൗച്ചറുകൾ വാങ്ങി പർച്ചേസ് നടത്തുകയും മറ്റും ചെയ്ത അത്തരം ആൾക്കാർ, അത്തരത്തിലുള്ള ഇതിൻ്റെ പ്രതിഫലം പറ്റുന്നവർ, ഇത് ഏത് രീതിയിൽ ഇവർക്ക് ഇത്തരത്തിൽ തുക ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഇത്തരത്തിൽ ഇതിലേക്ക് നിക്ഷേപിച്ചവരും അതോടൊപ്പം തന്നെ ഇവരിലൂടെ മറ്റ് നിക്ഷേപകരിലേക്ക് പോയവരും എല്ലാം തന്നെ ഇതിലെ അന്വേഷണ പരിധിയിലേക്ക് വരാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതോടെ ഇതിൻ്റെ ഒരു അന്വേഷണം വളരെ വ്യാപകമായി തന്നെ നടത്തുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇതിൻ്റെ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു മണി ചെയിൻ മാതൃകയിൽ നിക്ഷേപം നടത്തിയവരുണ്ട്, ഇല്ലെങ്കിൽ നിക്ഷേപകരെ തരപ്പെടുത്തി നൽകിയവരുണ്ട്. ഇത്തരക്കാരിലേക്കെല്ലാം തന്നെ അന്വേഷണം പോയിക്കൊണ്ട് ഇതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരശേഖരണത്തിലേക്കാണ് ഇ പോകുന്നത്. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴെ തട്ടിൽ മുതലുള്ള നിക്ഷേപ തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകും. ഇത്തരം നിക്ഷേപം സ്വീകരിക്കുമ്പോൾ നടത്തേണ്ട ഒരു നടപടിക്രമങ്ങളുണ്ടല്ലേ, നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് ഒന്നും നടത്താതെയാണ് ഇത്തരം നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് എന്നതിലേക്കാണ് പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം, സ്വാഭാവികമായും നമുക്കറിയാം, മണി ചെയിൻ മാതൃകയിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇത്തരം നിക്ഷേപകരെ തരപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് കാര്യമായ ഒരു പ്രതിഫലം ലഭിക്കുക. എന്നാൽ താഴേക്ക് നിരവധി പേർ ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയാവുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചിലർ കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള ലാഭം സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇത് ഒന്നും തന്നെ സാമ്പത്തിക വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് ഒന്നും തന്നെ പോകാതെ ഇത്തരം ഇടപാടുകൾ നടന്നു എന്നതിലേക്കാണ് ഇഡിയുടെ അന്വേഷണം പോകുന്നത്. ഇത് കൃത്യമായും ഇത്തരം സംവിധാനങ്ങൾക്കെല്ലാമുള്ള ഒരു താക്കീതാവും. അതിലുപരി ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ഇത്തരം തട്ടിപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ച കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സുധീഷ്, ഈ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണം ഇവർ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള സൂചനകൾ തുടക്കത്തിൽ കിട്ടിയിരുന്നല്ലോ. പക്ഷെ ഇവരുടെ മൊഴികൾ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഈ ഒരു വലിയ രീതിയിൽ നിക്ഷേപം അവർ മാറ്റിയിട്ടില്ല എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഇ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഫെമയും ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്, കാരണം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ചില സുപ്രധാന വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു എന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ടല്ലോ. ലക്ഷ്മി, ഇതിൻ്റെ നിക്ഷേപം, ഇത്തരത്തിൽ സ്വീകരിച്ച പണം അത് വിനിയോഗിച്ച രീതികളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളിലെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു എന്നത് ഇഡിക്ക് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഇത് മാറ്റി എന്നുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി എന്നതിൻ്റെ തെളിവുകൾ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യലിൽ ഇതിൽ ചില സംശയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൽ ഉറച്ചു തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സംശയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കെല്ലാം തന്നെ വ്യത്യസ്തമായി അത്തരത്തിൽ ഒരു നോട്ടിന്റെ ഇടപെടൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക ഒരു ഇടപാടുകൾ അത്തരത്തിലേക്ക് ഇവർക്ക് ലഭിച്ച നിക്ഷേപത്തുക മാറ്റി എന്നത് തന്നെയാണ് ഇഡിയുടെ നിഗമനം. അത്തരത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക ഇവർക്ക് സംരക്ഷിക്കാനുള്ള നീക്കം നടത്തി അത്തരത്തിൽ പണം പുറത്തേക്ക് പോയി എന്നതടക്കമുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ലക്ഷ്മി.